ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. മൂന്നാർ വ്ളോഗിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ടേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇവിടുന്ന് കറക്റ്റ് 9 മണിക്ക് ഇറങ്ങേണ്ട കാരണം നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ പോക്കും നടക്കില്ല. ഇവിടെ തന്നെ പ്രകൃതി ആസ്വദിച്ചിരിക്കേണ്ടി വരും. നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. രാത്രി മുഴുവനും മഴ പെയ്ത് നല്ലൊരു തണുപ്പും ബാക്കിലൊക്കെ കണ്ടോ, അവിടെയൊക്കെ കണ്ടോ കോടയൊക്കെ ഇറങ്ങി അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും അമ്മയൊക്കെ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഈ സമയത്തൊക്കെ ഒരു ചൂട് ചായയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഈ മഴയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരൊക്കെ എണീറ്റ് കുളിച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ. രാവിലെ നല്ല തണുപ്പുള്ള കാരണം കുളിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ. ആമിക്കുട്ടി എണീറ്റ് വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ആ വാതിൽ പെട്ടെന്ന് തുറക്കാൻ പറ്റത്തില്ല, കുറച്ച് ബലമുണ്ട്. അപ്പോൾ കരഞ്ഞ് പിഴിഞ്ഞ് തുറക്കാൻ പറയാണ് കേട്ടോ, വാതിലിനൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അത് ജീഷ്മത എണീറ്റിട്ടുണ്ട്. അവൾ എണീറ്റു. ഓൾമോസ്റ്റ് എല്ലാവരും എണീറ്റു. ഇനി കൺമണിയും കൂടി എണീക്കാളൂ, കൺമണി ഏട്ടനും കൂടി എണീക്കാളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കോലം കണ്ടാവരും ഞെട്ടണ്ട ഗൈസ്. രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ടുള്ള കോലാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ചൂട് കട്ടൻ ചായയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇതാ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ പുറപ്പെട്ടു, സംഗീഷേട്ടൻ പുറപ്പെട്ടു, ആമി പുറപ്പെട്ടു, ഞാനിതാ പുറപ്പെട്ട് ഒരുവിധമൊക്കെ ഞാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ആമിക്കുട്ടിയുടെ അടിയിൽ ഇനി പാൻറ്റും കൂടി ഇട്ട് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ കാല് ഭയങ്കരമായിട്ട് തണുത്ത് പോവും അവൾക്ക്. അപ്പോൾ അതാ എൻ്റെ ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഞങ്ങൾ കല്യാൺ 99 തൃശ്ശൂരിൽ നിന്ന് എടുത്തതാണ്. നല്ല റേറ്റ് കുറവിന് കിട്ടിയതാണ് കേട്ടോ. നല്ല അടിപൊളി ക്ലോത്തുമാണ്, നല്ല ഇടാനൊക്കെ ഭയങ്കര സുഖമാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയും ചട്നി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ കൂട്ടിയില്ല, ഞാൻ എന്താ പറയുക ചട്നി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ഏട്ടനും നല്ലപോലെ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കുന്നുണ്ട്. ജീഷ്മയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. എൻ്റെയും ആമിയുടെയൊക്കെ ഒരു വിധം ഡ്രസ്സ് മാറലും മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അവരുടെയും കൂടി സെറ്റാക്കാനുണ്ട്. ഇപ്പം സമയം ഒരു 8 മണി 8:30 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മളിവിടുന്ന് ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേനും ഇറങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉച്ചത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. വേറെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മക്കൾക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ വിശക്കുമ്പോൾ അവർക്ക് മാത്രം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇത് ഡേ 2 ആണേ. അമ്മി പോവാ, ഇങ്ങോട്ട് നിൽക്ക് കാണുന്നില്ല അമ്മീനെ. പോവാ, ഓക്കെ. റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളതിനെ അങ്ങനെയായിരുന്നു അവർ ടേക്ക് കെയർ ചെയ്തിരുന്നത്. ഞങ്ങൾ സ്വന്തം വീട് പോലെ ആയിരുന്നു. ഭയങ്കര ഫ്രീഡം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ. മാത്രമല്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു പണി കിട്ടിയായിരുന്നു ഗൈസ്. ഏട്ടന് ഭയങ്കരമായിട്ട് വയറുവേദന എന്ന് പറഞ്ഞപ്പോൾ ഗ്യാസ് എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. 1 മാസത്തോളം ഡയറ്റ് എടുത്തിരുന്ന കുട്ടിയാണ് എൻ്റെ ഹസ്ബൻഡ്. 2 ദിവസം നമുക്ക് നൈറ്റും മോർണിംഗ് ആണെങ്കിലും റൂമിൽ നിന്ന് കിട്ടിയ ഫുഡ് കിടില ഫുഡായിരുന്നു. എന്താ പറയുക, ഹോംലി ഫുഡായതുകൊണ്ട് വയറ് നിറച്ച് എൻ്റെ കെട്ടിയോൻ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇത്രയും ദിവസം ഡയറ്റ് എടുത്തത് കാരണം പെട്ടെന്ന് ഡയറ്റ് മാറി ഹെവി ഫുഡ് കഴിച്ചത് കാരണം വയറ് കൊളത്തി പിടിച്ചതാണ്, ഗ്യാസ് കയറിയതാണ് സൈഡിൽ കൂടെ. അപ്പോൾ ഭയങ്കരമായിട്ട് ഡേഞ്ചറായി, ഛർദിയായി, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. ജീഷ്മയ്ക്കും ചെറുതായിട്ട് വയറ് ഗ്യാസ് കയറിയായിരുന്നു. അവൾക്കും ഇഞ്ചക്ഷൻ എടുത്തു, ഏട്ടനും ഇഞ്ചക്ഷൻ എടുത്ത് സെറ്റപ്പായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കി സ്ഥലങ്ങളും കൂടി കാണാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ ശശിയായിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയായിരുന്നു ഗൈസ്. നോക്കടി നോക്ക്.
അങ്ങനെ നമ്മൾ ഡേ 2 ഫസ്റ്റ് സ്പോട്ടിൽ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ അവിടെ എത്തിയത് 12 മണി ആയപ്പോഴാണ് കേട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് ഒരു ഹോട്ടലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 മാഗിയും പിന്നെ കോണുണ്ടല്ലോ, കോണും പുഴുങ്ങിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ വേവിച്ചിട്ട്, അതും ഉണ്ടായിരുന്നു. ചുട്ടതും മറ്റേത് ഫുള്ളായിട്ടുള്ളതല്ല, കപ്പിൽ കൊടുക്കുമല്ലോ, ആ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചില്ലെങ്കിലും മക്കൾക്ക് കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അവർക്ക് കോണ് എരിവൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്യാസ് കയറുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മക്കൾ രാവിലെ ഇഡ്ഡലിയും ഇതൊക്കെ കഴിച്ച് വന്നത് കാരണം വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവർക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഗി കിട്ടാൻ നമുക്കൊരു 10-20 മിനിറ്റിൻ്റെ അടുത്ത് പിടിച്ചു. നല്ല ചൂട് മാഗി ആമിയും കൺമണിയും വയറ് നിറച്ചനെ കഴിച്ചു കേട്ടോ. സാധാരണ മാഗിയൊന്നും ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ വയറിൽ ദഹനം നടക്കില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചുരം കയറുമ്പോൾ നമ്മളൊരു 10:30-11 മണിയോട് കൂടിയിട്ട് നമ്മൾ ചുരം കയറാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഹോട്ടലും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ നേരെ എന്തെങ്കിലുമൊക്കെ അവർക്ക് മേടിച്ചു കൊടുത്തിട്ട് നേരെ നാഷണൽ പാർക്കിൽ പോയിട്ട് തിരിച്ചിറങ്ങണ സമയത്ത് വല്ല ഹോട്ടലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കപ്പ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കപ്പ് കേക്ക് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതും നമ്മുടെ മക്കൾസ് കഴിച്ചത് കാരണം പിന്നെ അവർക്ക് വിശക്കുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. കാരണം അവർക്ക് വിശക്കണുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളൊരു ബോധം എത്തിയല്ലോ. അപ്പോൾ വിശക്കണുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നോളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മാങ്ങ വേണം പറഞ്ഞിട്ട് അടിയായിരുന്നു ആമി. അങ്ങനെ ഒരു കപ്പ് മാങ്ങ അവർക്ക് മേടിച്ചു കൊടുത്തു. കൺമണിയും അവരൊക്കെ കൂടി കഴിച്ചു. ഒരെണ്ണമായിട്ട് മേടിച്ചു. ഇനി ചോറ് ഇതൊന്നും കഴിക്കാണ്ട് വെറുതെ മാങ്ങ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രശ്നമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 1-2 കഷ്ണം മാത്രം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളാക്കി കൊടുത്തത്. പിന്നെ ഇതാ കയറുന്ന വഴിയിൽ ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ ഈ 2 ആടിനെയും. ഇത് നമ്മളെന്താ പറയുക, വരയാട് എന്നാണ് തോന്നുന്നു പറയുക. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ നിന്നിട്ട് ആമിക്കുട്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് ഇവരുടേതായിട്ടുള്ള ബസ്സുണ്ട്. ഇതിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്. അങ്ങനെ നമ്മൾ 4 ടിക്കറ്റും എടുത്ത് നമ്മൾ നേരെ ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഈ ബസ് ഫുള്ളാകുമ്പോൾ മാത്രമാണ് കേട്ടോ ഇത് ഇവിടുന്ന് സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ബസ് ഒരു 10 മിനിറ്റോട് കൂടിയിട്ട് ബസ് സ്റ്റാർട്ടായി. അയ്യോ എന്ത് രസമാണെന്നറിയൂ ഈ ചുരം കയറുന്നത് കാണാനായിട്ട്. ഭയങ്കര രസമായിരുന്നു ഗൈസ്, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഞാനിതിന് റെക്കോർഡ് കൊടുക്കുന്നില്ല, ആ കാറ്റിൽ തന്നെ ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി രസം. ഇളക്കാണ്ട് താഴെ നിന്ന് 4 കിലോമീറ്റർ ആണ് കേട്ടോ മേലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ പകുതി എത്തി. കണ്ടില്ലേ ഗൈസ് എന്തൊരു കോടയാണേ, നല്ല തണുപ്പും. ഞങ്ങൾ കോട്ടൊക്കെ മേടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടാണ് വന്നത്. പക്ഷേ കോട്ടൊന്നും ഇടാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല ഗൈസ്, മഴക്കോട്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ചെമ്മരിയാടിനെ കാണാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ നാഷണൽ പാർക്കിലേക്ക് വന്നത്. പക്ഷേ ചെമ്മരിയാടല്ല, വരയാടിനെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുള്ളൂ ഗൈസ്. കണ്ടോ ഗൈസ് എന്തൊരു കോടയാണേ, അയ്യോ എന്തൊരു രസമായിരുന്നു എന്നറിയോ കാണാനായിട്ട്. സത്യത്തിൽ ഈ ബസ്സിൽ പോകുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ.
വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുള്ളൂ, നിർത്തി കാണിച്ചു തരുള്ളൂ. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കാരണം പെട്ടെന്നൊരു ബസ് ബാക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക റിവേഴ്സ് എടുത്ത് പോകാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല രസമായിരുന്നു കാണാനായിട്ട്. കാണാത്തവർ എന്തായാലും മസ്റ്റ് വിസിറ്റാണ് കേട്ടോ ഇരവിക്കുളം നാഷണൽ പാർക്ക്. മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് കാണാണ്ട് നിങ്ങൾ വേറെ എവിടേക്കും പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളിതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് 1 കിലോമീറ്ററോളം നമുക്ക് മേലോട്ടേക്ക് കയറാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ കാണിച്ചു കൊടുത്ത് നമ്മളിത് ഇങ്ങനെ ഇനി കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ പതുക്കെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വലിഞ്ഞ് നമ്മളിങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ മേലോട്ട് പോകാനായിട്ട്. ഇതിന് എക്സ്ട്രാ ചാർജൊക്കെ ആവും. പക്ഷെ നമ്മളതൊന്നും എടുത്തില്ല. നമ്മളിങ്ങനെ നടന്നിങ്ങനെ പതുക്കെ സോറയൊക്കെ പറഞ്ഞ് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മേലോട്ട് കയറാന്നുള്ള രീതിയിലാണ് കേട്ടോ പോണത്. ആക്ച്വലി നമ്മൾ വന്നപ്പോൾ ആ ആടുകളെ മാത്രമാണ് കേട്ടോ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഈ മഞ്ഞും കോടയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് തിരിച്ചറിഞ്ഞു. അവരുടെ കൂടെ നടന്നു പോയോ ചെല്ല് വെറുതെ വന്നാ മതി. അപ്പൊ ഗൈസ് നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് ഇനി ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് അപ്പൊ നമ്മള് അതെ അപ്പൊ നമ്മള് പോവാണ്. സത്യം പറഞ്ഞ കുറച്ച് ആടിനെ കാണാനാണ് ഞങ്ങളിവിടെ വന്നത്. ആടിനെ കാണാനോ അല്ല പ്രകൃതി രമണീയ ശാന്ത. അയ്യോ അയ്യോ നല്ല കാറ്റുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വരികയാണ്. ചേച്ചിനോട് ഹായ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ക്യൂട്ട് ഇത് അവനിങ്ങനെ വെറുതാക്കിയ. അപ്പൊ ആമി ചോദിക്കണേ എന്തൊന്നും ചിരിക്കാത്ത. അത് ഭയങ്കര ചിരിയായി. ചിരിയോട് ചിരി ബായ് ബായ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആക്ച്വലി ഒരു 10 മണി 10:30 11 മണി സമയത്ത് നമ്മളിവിടെ എത്തേണ്ടതായിരുന്നു. കാരണം ഇവരുടെ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് പകുതി സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഹോസ്പിറ്റലിൽ. അതാണ് ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് നമ്മൾ പോരത്തുണ്ടായിരുന്നുള്ളൂ. ആ ആടിൻ്റെ കുപ്പി കണ്ടോ നല്ല രസമുണ്ടല്ലേ. ആ പിക്ക് വെച്ചിട്ട് നല്ല രസമുണ്ട്. ആമിക്കുട്ടിക്ക് പറഞ്ഞാൽ മേടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അറക്കണ വിലയായിരുന്നു ഗൈസ് കുപ്പിക്കൊക്കെ. അപ്പോൾ അത് കാരണം നമ്മളത് മേടിച്ചില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളൊരു ബട്ടർ കുക്കി മേടിച്ചു കേട്ടോ. നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മധുരം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എന്തൊരു മത്ത് പിടിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ 1-2 കഴിച്ചിട്ട് അങ്ങനെ ഞാനത് അടച്ചു വെച്ചു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ക്യാരറ്റ് കണ്ടു. ഫ്രഷ് ക്യാരറ്റ്. അയ്യോ എന്തൊരു രസമാണെന്നറിയോ അത് കാണാനായിട്ട്. കഴിച്ചപ്പോഴും കിടുക്കനായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമ്പോൾ നമ്മൾ കഴിക്കാണ്ട് പോണത് മോശമല്ലേ ഗൈസ്. ഇങ്ങനെ ഒരു കെട്ടിന് 50 രൂപയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ കടകളുടെ മുന്നിലൊക്കെ ഇതും പിന്നെ ക്യാബേജിൻ്റെ കളർ എന്താണെന്നറിയോ വയലറ്റ് കളർ ക്യാബേജ് ഉണ്ടല്ലോ ആ ക്യാബേജ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ മേടിച്ചൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉറക്കം അവർക്ക് വിശന്നിട്ടാ തോന്നുന്നു ഗൈസ്. നല്ല ഉറക്കമായിരുന്നു നമ്മുടെ 2 മക്കൾസും. അങ്ങനെ നമ്മൾ പിന്നെ പോണത് എന്തെങ്കിലും ഹോട്ടൽ തപ്പിയിട്ടാണോ നമ്മൾ നടന്നിരുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഡാമിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോയിട്ടാണ്. ഇറങ്ങാനൊന്നും പറ്റത്തുണ്ടായിരുന്നില്ല. ഡാം കണ്ടു. ഈ ഡാമിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നല്ല ഡാമായിരുന്നു. വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളം പറഞ്ഞാൽ അത്രയൊക്കെ തന്നെ വെള്ളം കാണുള്ളൂ. പിന്നെ ഡാമിൻ്റെ ഇത് കൂടെ നമ്മുടെ അതിരപ്പള്ളി ഡാം പോലെ ഒന്നും ഇങ്ങനെ വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അപ്പോൾ എനിക്കത് കാണില്ലടി വിളിച്ചേ ശശിയായി ഗൈസ്.
ബിയാമിയെ ശശിയായി. നമ്മൾ പൈൻ മരങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ്. എക്കോ സ്പോട്ടോ അങ്ങനെ എന്തോ പറയുക അതിന്. അവിടെ വന്നതാണ്. പക്ഷെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ക്ലോസ്ഡ് ആയിരുന്നു. 5 മണിക്ക് ശേഷം ഇത് ക്ലോസ്ഡ് ആണ്. ആ ഒരു വിഷമം തീർക്കാനായിട്ട് ഒരു മിഠായിയും കഴിച്ച് ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് കാണാം. ടാറ്റാ.